ഇതുമല്ലാതെ ഞാനില്ലാതെ ഇതുവരെ ഒരു രാത്രിയും എവിടെ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. പകൽ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ എവിടെയൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സേഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് രാവിലെ പോയി വൈകുന്നേരം വരിക എന്നല്ലാതെ രാത്രി അവളില്ലാതെ ഞാനെവിടെയും നിന്നിട്ടില്ല. പക്ഷേ ഇന്നിതാ അവൾ തുത്തുവിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് കാരണമുണ്ട്, നമുക്കിന്ന് നീനൂട്ടിക്ക് ഒരു ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് രാത്രി ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് മൂഡ് അല്ലാത്തതുകൊണ്ടൊക്കെ നമ്മളിന്ന് ഇതുമുനെ കൊണ്ടുപോകണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവളോട് പറഞ്ഞപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് കോഴിക്കോടാണെങ്കിൽ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളപ്പോൾ പോരുന്നാണ് പറഞ്ഞത് കേട്ടോ. ആയിക്കോട്ടെ, കോഴിക്കോടാണെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ, തുത്തുവിൻ്റെ അടുത്തല്ലേ, പിന്നെ റെയിനും ആരിനൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഞങ്ങളില്ലാത്ത ആ ഒരു മിസ്സിങ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് അതാണ് സെറ്റാക്കി. പക്ഷേ പോകാൻ നേരം അവൾക്ക് സങ്കടമൊക്കെ വന്ന് കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ മുന്നിൽ നിന്ന് ഞാനൊരു ഇതൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ പോയപ്പോൾ ഞാനും പൊട്ടിപ്പോയി. പക്ഷേ എനിക്ക് അങ്ങനെ കരഞ്ഞ് നിൽക്കാനോ ആലോചിച്ച് നിൽക്കാനോ ഒന്നും ടൈമില്ല. നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, പോകാനുള്ള പാക്ക് ചെയ്യണം, പിന്നെ മോളും ഐറൂസും ഉണ്ട്, അവരെയൊക്കെ ഒന്ന് സെറ്റാക്കണം, അങ്ങനെ ഒരുപാട് ചുറ്റുപാടുകളുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും തുത്തു പിന്നെ അവിടെ ഇതുമൂൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് അപ്പക്കപ്പം വീഡിയോസ് എടുത്ത് അയച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം റെയിനുവിൻ്റെ ഒപ്പം ആരിൻ്റെ ഒപ്പം കളിക്കുന്നതും അവിടെ ചെടി നനക്കുന്നതും അവിടെ ഉണ്ടാകുന്ന ഓരോരോ അവൾ സന്തോഷമായിട്ടിരിക്കുന്ന ഓരോ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സമാധാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേ സത്യം പറയാമല്ലോ, തുത്തുവിൻ്റെ അടുത്താക്കി പോണത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താക്കി പോണതൊന്നും എനിക്ക് ഒരുപോലെയാണ് കേട്ടോ. കാരണം അവർ രണ്ടാളും എൻ്റെ ഇതുപോലെ നല്ല നോക്കും, അങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനത്തെ ഒരു പ്രശ്നമേ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതുമൂന്ന് കോഴിക്കോട് ആക്കി വന്നപ്പോഴേക്കും അതാ നീനുട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് നീനുട്ടിനും കൂടി പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ ഒരുപാട് ബേക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോളും ഐറൂസും ഒക്കെ ഇന്ന് പോവാണല്ലോ, ഞങ്ങൾക്ക് ഇന്ന് പോകാനാകുമ്പോഴേക്കും അവരും ഇവിടുന്ന് സ്ഥലം കാലിയാക്കൂട്ടോ. അപ്പോൾ ഐറൂസ് പോവില്ലെന്ന് കരുതി പപ്പായൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം പപ്പായ ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊണ്ടുവന്ന പാടെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ബേക്കറിയും കുറേ കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും പിന്നെ പപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കൊടുത്ത് ചായയൊക്കെ ഉണ്ടാക്കി. പക്ഷേ എല്ലാവരുടെ മുഖത്തൊരു സങ്കടമാണ്, കാരണം മോളും ഐറൂസും പോവാണ്. ഇതും ഓൾറെഡി ഇവിടെ അല്ല, ഇതും പോയാൽ തന്നെ വീടാകെ ഉണങ്ങി കിടക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ടെൻഷൻ, ബാംഗ്ലൂർക്കല്ലേ ആദ്യമായിട്ട് പോവില്ല, അതിൻ്റെ ടെൻഷനുണ്ട്. അങ്ങനെയൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ദിവസമുണ്ടോ. അങ്ങനെ ഒരു 7-7:30 ആയപ്പോൾ മോളും പോയി.